ഹലോ അസ്സാം വലൈക്കും. എടാ 8ാം ക്ലാസ്സിലെ അറബി പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തരും. നമുക്കൊരു റിപ്പോർട്ട് തരും. എന്നിട്ട് ആ റിപ്പോർട്ടിൽ നിന്ന് നമ്മോട് പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി പറയും, ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. ഇതൊക്കെ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും കേട്ടോ. പക്ഷെ പല കുട്ടികളും പറയും, സാർ ഇതിൻ്റെ മീനിങ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ എങ്ങനെ അത് ഫില്ല് ചെയ്യാമെന്ന് ചോദിക്കും. സത്യത്തിൽ ഇത് മീനിങ് ഒന്നും അറിയില്ലെങ്കിൽ ഫില്ല് ചെയ്യേണ്ട എങ്ങനെയെന്ന് സാറ് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നിങ്ങൾ ഇതിന് സാറ് പറഞ്ഞ മീനിങ് ഒന്ന് ശ്രദ്ധിക്കുക. കാണാൻ പഠിക്കാൻ നിർബന്ധം ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കാം. ദ്വാ എന്ന് പറഞ്ഞ പ്രാർത്ഥന നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരില്ല. തർഹീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഗതം, വെൽക്കം സ്പീച്ച്. റിയാസത്ത് പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, അധ്യക്ഷൻ. ഇഫ്തിതാഹ് ഉദ്ഘാടനം, ഇനാഗുറേഷൻ. തഹാനി ആശംസ, ഫെലിസിറ്റേഷൻ. ശുക്ർ നന്ദി, വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തർഹീബ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വാക്ക് കേട്ടോ, റഹബ. അത് കാണാൻ പഠിക്കണം, മനസ്സിലാക്കി വെച്ചാൽ മതി. റഹബ. റിയാസത്തിനോ ഒന്നെങ്കിൽ റിയാസത്ത് അല്ലെങ്കിൽ റഅസ. ഇഫ്തിതാഹിനോ ഇഫ്തതഹ. ഇത് 3 വേർഡങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണെന്നറിയോ, തർഹീബിന് ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആളെ പേര് ഇതിലുണ്ട്. പക്ഷെ എവിടെ ഉണ്ടാവുമെന്നറിയോ, ഇതിൽ റഹബാൻ വെച്ച് വരുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, അതിലാണ് അതിൻ്റെ ആളെ പേരുണ്ടാവുക. റിയാസത്ത് എന്നുള്ളതിൻ്റെ ഇവിടെ എഴുതേണ്ട പേര് റഅസ എന്ന് വരുന്ന സെൻറ്റൻസിലോ, അതില്ലെങ്കിൽ റിയാസത്ത് എന്ന് പറഞ്ഞ സെൻറ്റൻസിലോ ഉണ്ടാവും. ഇഫ്തിതാഹിനെ നേരെ എഴുതേണ്ട ആളെ പേര്, ഉദ്ഘാടനം ചെയ്യുന്ന ആളെ പേര് ഇതിൽ നമുക്ക് കണ്ടെത്തലെവിടുന്നറിയോ, ഇഫ്തതഹ എന്ന് വെച്ച് വരുന്ന സെൻറ്റൻസിലെ ആ പേരുണ്ടാവും. തഹാനിയും അതേപോലെ ശുക്റും, അത് ഈ പേരെന്നെ അതിൽ കൊടുത്തു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ നോക്കണ സമയത്ത് ഉണ്ടാവും ഇവിടെ തർഹീബ് എന്ന് കണ്ടില്ലേ. അപ്പോൾ ഈ തർഹീബിൽ വരുന്ന അബ്ദുറഹ്മാൻ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ട പേര്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി റിയാസത്തിലെ റഅസ ഇങ്ങനെ നോക്കണ സമയത്ത് ഇങ്ങനെ മനസ്സിലാവും. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവും നമുക്ക് റഅസ കണ്ടില്ലേ, റഅസ കണ്ടില്ലേ. അപ്പോൾ ഈ പേരിൽ വരുന്ന ഉളുവുൽ മജ്ലിസു തശ്രീഹി, ഇതാണ് ഇവിടെ എഴുതേണ്ട പേര്. അത് കിട്ടിയല്ലോ? യെസ്. ഇനി നമ്മൾ ഇഫ്തതഹയാണ് നോക്കേണ്ടതാ. ഇഫ്തതഹ ഇവിടെ വന്നിട്ട് ഇതിൽ വരുന്നാൽ വസീറു റഈസി, ഈ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അതും ഫില്ലായല്ലോ? യെസ്. ഇനി തഹാനി, നമ്മൾ ഈ തഹാനിനെ കൊടുത്തിട്ടുണ്ടാവും. തഹാനി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവും തഹാനി. തഹാനി ഒരാളല്ല, 2 ആളുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒന്ന് റഈസ് മജ്ലിസിൽ കറവി ഒരു പേരായി, പിന്നെ ഒരു വാ കഴിഞ്ഞിട്ട് അടുത്ത ആളെ പേരുണ്ടാവും അല്ലേ. ഈ 2 പേരെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതി. അപ്പോൾ അതും ഫില്ലായല്ലോ? യെസ്. ഈ വാൻ്റെ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള എടുത്ത് എഴുതിയാൽ മതി. ശുക്ർ ഏറ്റവും ലാസ്റ്റിലുണ്ടാവും അവിടെ, ശുക്ർ. അപ്പോൾ ഇതിലുള്ള ആളെ പേരെന്താ, സയ്യിദ് തോമസ് അല്ലേ. തോമസ് എന്ന ആളെ പേര് അത് ഇവിടെ എഴുതി. എത്ര സുഖമായി ഉണ്ടോ. മീനിങ് ഒന്നും അറിയാതെ തന്നെ ഇത് നല്ലോണം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാക്കി വെച്ചെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാവാത്തൊരു ശ്രദ്ധിച്ച് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കി ഇത് മനസ്സിലാക്കി നോക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യം വരും, ആൻസർ ചെയ്ത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.